ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. കോരഹപുത്രന്മാർ ഇങ്ങനെ സങ്കീർത്തനങ്ങളിൽ പറയുകയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, മഗ്ദലക്കാരത്തി മറിയ അതികാലത്തെ എഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ചെന്നപ്പോൾ അവരോട് പ്രതീക്ഷിച്ചത് അല്പം അഴുകി തുടങ്ങിയ ഒരു ശരീരത്തെയാണ്. അതിനുവേണ്ടി താൻ ഒരുക്കിയ സുഗന്ധവർഗവും അതിനു വേണ്ടുന്ന ചേരുവകളും എല്ലാമായി ആ കല്ലറയിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അവരുടെ ഉള്ളിലൊരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു, ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? പക്ഷെ ചെന്നപ്പോൾ കണ്ടതിലും മഹാത്ഭുതമാണ് അവർ ആ പകൽക്കാലം കാണുവാൻ ഇടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ ഒരു കർത്താവിൻ്റെ ശൂന്യമായ ഒരു കല്ലറ, അവിടെ മരണത്തെ വരിച്ച് ഒരു ശവമായി കിടക്കുന്ന ഒരു കർത്താവിനെ അല്ല അവർ കണ്ടത്. പകരം ഒരു ദൂതനെ കേട്ടു, ഒരു സ്വർഗത്തിന്റെ ശബ്ദം അവർ കേട്ടു, നിങ്ങൾ ക്രൂശിക്കപ്പെട്ടവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു പ്രഭാതം കൂടിയാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, അല്ലേ? നാം ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. കാരണം സ്വർഗം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ ആയിരിക്കുന്നത്. നാം തേടിപ്പോയതല്ല, നമ്മെ തിരഞ്ഞെടുക്കുവാൻ നമ്മെ തേടി വന്ന ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആലയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്തുതി നമ്മുടെ നാവിന്മേലിരിക്കട്ടെ. നമുക്കൊരു പാട്ട് ചേർന്ന് പാടാം. യേശു എനിക്ക് എത്ര നല്ലവനാണ്, അവൻ എനിക്ക് ഏത് ഭാരം വന്നാലും ഏത് കഷ്ടത വന്നാലും അതിനെ നദിയെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ ഉയർത്തി നമ്മെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവിനെ പാടി സ്തുതിക്കാം. യേശു എനിക്ക് എത്ര നല്ലവനാണ്. വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാം. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനാം. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ എനിക്കഭയസ്ഥാനമുണ്ട്. ഉള്ളം കലങ്ങും പ്രയാസം വന്നാൽ എനിക്കഭയസ്ഥാനമുണ്ട്. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉറ്റവർ സ്നേഹിതർ വിട്ടുപോയെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുണതാൻ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. വിധാനത്തിൽ ദൂതരുമാർ വന്നു വിളിക്കുമ്പോൾ വാനവിധാനത്തിൽ ദൂതരുമാർ വന്നു
മണ്ണിലിരുന്നാലും മിന്നൽ തൻ സംഗീതം ചേർന്നിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിലിരുന്നാലും മിന്നൽ തൻ സംഗീതം ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. കഷ്ടതയിൽ നൽകുണതാൻ ദുഃഖത്തിൽ ആശ്വാസദായകൻ താൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹമോർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ. നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളറിൽ അത്താണിയായി നീ. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളറിൽ
യോഗ്യരാക്കി തീർത്ത നമ്മുടെ അരുമനാഥന്റെ സ്നേഹത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സ്തുതിക്കുവാൻ കഴിയും? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകളെ ഓർത്താൽ നാം ഇന്ന് നിൽക്കുന്ന ഇടത്ത് എങ്ങനെ എത്തി, ആ കഴിഞ്ഞ കാലങ്ങളിലെ ആ ജേർണി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ, നമ്മുടെ നാവുകളെ അടക്കി വെക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ ആദ്യത്തെ ചലഞ്ചായിരുന്നു ആ ചെങ്കടൽ എങ്ങനെ അവർ മുറിച്ച് കടക്കുമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മളും പലപ്പോഴും നമ്മുടെ കരിയറിൽ, നമ്മുടെ ലൈഫിൽ, നമ്മുടെ വിവാഹ ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം പലപ്പോഴും ചലഞ്ചസ് വരുമ്പോൾ ഇതെങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ, തടസ്സമായി നിൽക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിലൂടെ ഹല്ലേലൂയ ഒരു വെള്ളത്തെ ചിറയാക്കി നിർത്തി ഉണങ്ങിയ നിലത്തോടെ അക്കരെ കടത്തുന്നൊരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്: ലിവ്യാതാന്റെ തലകളെ നീ തകർത്തു, മരുവാസികളായ ജനത്തിനെ അതിനെ ആഹാരമായി നൽകി. മരുഭൂമിയിൽ എങ്ങനെ ജനത്തിന് ആഹാരം ലഭിക്കും? മരുഭൂമി എന്ന് പറഞ്ഞാൽ തീർന്നുപോയ, ഒന്നുമില്ലാതെ, ഒരു റിസോഴ്സും ഇല്ലാത്തൊരു ഇടമാണ്. പക്ഷേ അവിടെ കാടപ്പക്ഷികളെ താഴ്ന്നിറക്കി വന്ന് കൈകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റുന്ന നിലയിൽ കൊണ്ട് ഇറക്കി തരുന്ന അത്ഭുതം പ്രവർത്തിക്കുന്നൊരു ദൈവം. നമ്മളെ ഇറക്കിയത് ദൈവമാണെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും? കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്ന് നമ്മളെ കൈവിടത്തില്ല. അവൻ നമ്മെ നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചിലപ്പോൾ നിങ്ങളുടെ നഗ്നമായ കണ്ണുകൾക്ക് കാണുവാൻ സാധിക്കയില്ലായിരിക്കാം. പക്ഷേ വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുമോ? നാം പാടാൻ പോകുന്ന പാട്ട് ഇങ്ങനെയാണ്: ഉയരത്തിൽ നിന്ന് അവൻ തന്റെ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് നമ്മെ വലിച്ചെടുത്തു. ഹല്ലേലൂയ. ദാഹിച്ചിരിക്കുമ്പോൾ ജനം മോശയോട് ചോദിച്ചു, ഞങ്ങൾക്ക് വെള്ളം തരണം. ഒന്നും കാണുന്നില്ല. ദൈവം പറഞ്ഞു, ആ പാറമേൽ അടിക്ക്. ഹല്ലേലൂയ. വെള്ളം അതിൽ നിന്ന് പുറപ്പെട്ടു. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവം ചെയ്യുവാൻ ശക്തനാണ്. നമുക്കൊരു പാട്ട് കൂടെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതിക്കും, ഞാൻ എന്നും സ്തുതിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ നടത്തിയ ദൈവത്തിന് സ്തുതിക്കുവാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇന്നൊരു അവസരമാണ് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, ദൈവത്തെ ഉയർത്തിക്കൊണ്ട്, മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തുതിക്ക് യോഗ്യനമേശുവിനെ സ്തുതിക്കും ഞാനെന്നും സ്തുതിക്കും ഞാൻ. സ്തുതിക്ക് യോഗ്യനമേശുവിനെ വല്ലവനെനിക്കു വലിയവ ചെയ്തു വാഴ്ത്തുന്ന നാമം നീ മരുവിൽ. വല്ലവനെനിക്കു വലിയവ ചെയ്തു വാഴ്ത്തുന്ന നാമം നീ മരുവിൽ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ആമേൻ. ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ഉയരത്തിൽ നിന്നുതൻ കൈ നീട്ടി പെരുവെള്ളത്തിൽ നിന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ബലമുള്ള ശത്രുവിൻ കയ്യിൽ നിന്നും എന്റെ ആത്മാവിനെ അവൻ വിടുവിച്ചു. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. എന്റെ കാലുകളെ കരമായി പേടയ്ക്ക് തുല്യമായി നടത്തുന്നവൻ. എന്റെ കാലുകളെ കലമായി പേടയ്ക്ക് തുല്യമായി നടത്തുന്നവൻ. എന്നെ ഗിരികളിൽ നിൽക്കുമാറാകുന്നു രക്ഷയെന്ന പരിചയം നൽകിടുന്നു. എന്നെ ഗിരികളിൽ നിൽക്കുമാറാകുന്നു രക്ഷയെന്ന പരിചയം നൽകിടുന്നു. ആമേൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. യേശുനാഥാ എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥാ എന്നെ കാക്കും
മഹിമയും ബലവും നിറഞ്ഞവനേ, എന്നുമെന്നും സ്തുതി നിനക്ക്. ആരാധന അങ്ങയ്ക്ക്, 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 ആരാധന അങ്ങയ്ക്ക്. നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ, നിന്റെ ബലഹീനതയിൽ നിന്റെ കൃപയ്ക്ക് തന്നല്ലോ നീ. യേശുനാഥാ നീ എൻ ബലമായവൻ, ഞാനൊന്നും ഭയപ്പെടില്ല. യേശുനാഥാ നീ എൻ ബലമായവൻ, ഞാനൊന്നും ഭയപ്പെടില്ല. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്. നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ, നിന്റെ ചിറകുകളിൽ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും, സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീ എന്നും തുണയായവനും, സ്തുതിക്കു യോഗ്യനും നീ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ഹല്ലേലൂയ. ആരാധന അങ്ങയ്ക്ക്, ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആമേൻ. ആരാധന അങ്ങയ്ക്ക്, ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധന അങ്ങയ്ക്ക്, ആരാധനയ്ക്ക് യോഗ്യനേ, ആരാധന അങ്ങയ്ക്ക്. Praise the Lord. അങ്ങയുടെ ചെറുതും മറവും ഞങ്ങളെ വഹിച്ചവനേ. Hallelujah, hallelujah. Praise the Lord. Hallelujah, hallelujah. നമ്മുടെ കർത്താവ് നമുക്ക് പരിചയം പലകയുമാണ്. ഏത് പാരമ്പര്യ പ്രയാസങ്ങളായാലും, ഏത് പ്രതികൂലങ്ങളായാലും, എത്ര സങ്കടമായാലും, ഹാലലു മുഴങ്കാലുകളെ മടക്കി നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവം നമുക്ക് സമാധാനം നൽകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങളെ നൽകിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളെയും അനുഗ്രഹിച്ച് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനാൾ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.